السلام عليكم ورحمة الله وبركاته. إن الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد. ബഹുമാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളയുടെ സിഫത്തു സലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബാണ് ഏകദേശം 2.5 മാസത്തിലധികമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ നമ്മൾ പഠിച്ച ഓരോ കാര്യങ്ങളും നമ്മുടെ നമസ്കാരത്തിൽ കൊണ്ടുവരാനും, അതുപോലെ തന്നെ നമസ്കാരത്തിൽ അബദ്ധങ്ങൾ ഉണ്ടാവുന്ന ആളുകൾക്ക്, സഹോദര സഹോദരിമാർക്ക് അത് തിരുത്തി കൊടുക്കുവാനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതാണ് നമ്മുടെ ഈ ക്ലാസിന്റെ ലക്ഷ്യം. അതല്ലാതെ നമ്മുടെ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുക, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ കേൾക്കുക എന്നതിനപ്പുറത്ത് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും അതുപോലെ മറ്റുള്ളവർക്ക് എത്തിക്കുന്നതിലും നമ്മൾ എത്രമാത്രം ശ്രദ്ധയുള്ളവരാണ്, താല്പര്യമുള്ളവരാണ്, ശുഷ്കാന്തിയുള്ളവരാണ് എന്നതാണ് ഇതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ്, ഇതിന്റെ ഒരു അനന്തരഫലമായി ഉണ്ടാവേണ്ട സംഗതി. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് എല്ലാവരും വളരെ നല്ല താല്പര്യപൂർവ്വം ഇതിൽ പങ്കെടുക്കുകയും സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. നമുക്ക് ഇനിയും നാഫിയായ, പരലോകത്ത് ഇഹലോകത്തും ഉപകാരപ്പെടുന്ന ഇൽമ് നേടാനും അതിനനുസരിച്ച് അമൽ ചെയ്യാനും അത് മറ്റുള്ളവർക്ക് ദഅവത്ത് നടത്താനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ മേഖലകളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ ഓരോന്നും തരണം ചെയ്തുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് മുന്നേറാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി പറഞ്ഞത് ആമീൻ പറയുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ വായിച്ചു. അതോടൊപ്പം തന്നെ അതിനെ കൂടി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് ആരംഭിക്കാം. അഥവാ ആമീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ സ്തജിബ്, അള്ളാഹുവെ എന്നിൽ നിന്നും സ്വീകരിക്കണമേ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ എന്നാണ് അതിന്റെ അർത്ഥം. നമുക്കറിയാം, സൂറത്തുൽ ഫാത്തിഹയുടെ അവസാനം പ്രാർത്ഥനയാണ്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അപ്പോൾ പ്രാർത്ഥനയാണ് സൂറത്തു ഫാത്തിഹയുടെ അവസാനത്തിലുള്ളത്. അപ്പൊ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഞങ്ങളെ പിഴച്ചുപോയവരുടെ മാർഗത്തിലും നിന്റെ കോപത്തിന് വിധേയരായവരുടെ മാർഗത്തിലും പെടുത്തരുതേ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ആമീൻ എന്ന് പറയുന്നത് അത് സുന്നത്താണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ അർത്ഥം അല്ലാഹുമ്മ സ്തജീബ്. ആമീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ സ്തജീബ് എന്നാണ് അതിന്റെ അർത്ഥം, ശരിയായ അർത്ഥം. എന്നാൽ സുബ്ഹാനക യാ അല്ലാഹ് എന്നും യാ അല്ലാഹ് എന്നും അർത്ഥമായി പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതില് പ്രബലമായ അഭിപ്രായം അല്ലാഹുമ്മ സ്തജീബ് എന്നുള്ളതാണ്. അല്ലാഹുമ്മ സ്തജീബ് എന്നാണ് പ്രബലമായ അർത്ഥം. സുബ്ഹാനക യാ അല്ലാഹ് എന്നുള്ളത് പ്രബലമല്ല. ഇത് നിസ്കരിക്കുന്നവർ ഇമാം ഫാത്തിഹ ഓതി ജഹറാക്കി ഓതുന്ന നിസ്കാരത്തിലെ ഇമാം ഫാത്തിഹ ഓതി അവസാനം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞാൽ അത് കേട്ട് കഴിഞ്ഞാൽ ഇമാമിന്റെ കൂടെ ആമീൻ പറയാൻ സുന്നത്താണ്. ഇമാമിന്റെ ആമീൻ പറയൽ സുന്നത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമസ്കാരത്തെ കുറിച്ച് നബി പറഞ്ഞതുപോലെ സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, നിങ്ങൾ നമസ്കരിക്കണം ഞാൻ എങ്ങനെ നമസ്കരിച്ചതായി നിങ്ങൾ കണ്ടുവോ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചപ്പോൾ ഇതുപോലെ ഫാത്തിഹ ഓതി ആമീൻ പറഞ്ഞപ്പോൾ സഹാബത്ത് ആമീൻ പറഞ്ഞു. ഇതാണ് ഒന്നാമത്തെ കാര്യം ആമീനുമായി ബന്ധപ്പെട്ട്. രണ്ടാമത്തത്
ആമീൻ പറയൽ ഇമാമിനും മഅ്മൂമിനും സുന്നത്താണ്. ആമീൻ പറയൽ ഇമാമിനും മഅ്മൂമിനും സുന്നത്താണ്. ജഹറാക്കി ഒന്ന് നമസ്കാരത്തിൽ ആമീൻ ജഹറാക്കൽ സുന്നത്താണ്. മനസ്സിലായില്ലേ? ജഹറാക്കി ഒന്ന് നമസ്കാരത്തിൽ ആമീനും ജഹറാക്കേണ്ടതില്ല. സൂറത്തും ജഹറാക്കാത്തത് പോലെ, ഒച്ചത്തിൽ ഓതാത്തത് പോലെ ആമീനും ഉച്ചത്തിൽ പറയാൻ പാടില്ല. എന്നാൽ ജഹറാക്കി ഒന്ന് മഗ്രിബ്, ഇശ, ഫജ്ർ, അതുപോലെ തന്നെ പെരുന്നാൾ നമസ്കാരം, ജുമുഅ നമസ്കാരം, അതുപോലെ ഗ്രഹണ നമസ്കാരം, അതുപോലെ രാത്രി നമസ്കാരം തുടങ്ങിയവയൊക്കെ സുന്നത്തായ നമസ്കാരങ്ങളും അതുപോലെ ഫർളായ നമസ്കാരങ്ങളും ഒച്ചത്തിൽ ഓതുന്ന നമസ്കാരങ്ങളിൽ ഇമാം ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ ഇമാമിന്റെ കൂടെ തന്നെ ആമീൻ പറയൽ എന്താണ്? മഅ്മൂമിനും സുന്നത്താണ്. ആമീൻ പറയൽ ഇമാമിനും മഅ്മൂമിനും സുന്നത്താണ്. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു, ഇമാമിന്റെ ആമീനും അതുപോലെ തന്നെ മഅ്മൂമിന്റെ ആമീനും അതോടുകൂടെ മലക്കുടെ ആമീനും കൂടി ഒന്നിച്ച് ചേർന്നാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നാണ്. ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു, ഇമാം ആമീൻ പറഞ്ഞാൽ നിങ്ങൾ ആമീൻ പറയണം. ഫമൻ വാഫഖ തഅമീനുഹു തഅമീനൽ മലായികതി, ആരുടെ ആമീനാണോ മലക്കുടെ ആമീനുമായി യോജിച്ചു വരുന്നത്, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന് മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പൊ അത് വലിയൊരു ഫദ്ലുള്ള ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. ഇതിൽ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഈ ഇതിൽ ഇന്ന്. നിസ്കരിക്കുമ്പോൾ മഅ്മൂം എത്രമാത്രം ശ്രദ്ധയുള്ളവനായിരിക്കണം. കാരണം ഇമാം ആമീൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട്, ഫാത്തിഹ ഓതുമ്പോൾ ശ്രദ്ധിച്ച് കേട്ട് ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് ഇമാം ആമീൻ പറഞ്ഞപ്പോൾ കൂടെ തന്നെ ആമീൻ പറയുകയും ചെയ്താൽ അത് മലക്കുടെ ആമീനുമായി യോജിക്കും. അങ്ങനെയാകുമ്പോൾ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പോൾ നമസ്കാരത്തിൽ പ്രത്യേകിച്ച് ഫാത്തിഹ ഓതുമ്പോൾ ഇമാമിന്റെ മുന്നിൽ നിസ്കരിക്കുമ്പോൾ എത്രമാത്രം ശ്രദ്ധയോടുകൂടി മനസ്സാന്നിധ്യത്തോടു കൂടിയാണ് നമസ്കാരത്തിന് മുഴുവനും ഇരിക്കേണ്ടത് അത് തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഈ സന്ദർഭം അത് പ്രത്യേകം നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. അതുപോലെ തന്നെ ആമീനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. ആമീൻ പറയുന്നതിന്റെ മഹത്വം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചു. പിന്നെ ജൂതന്മാർ നമ്മുടെ അസൂയ കാണിക്കുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന് നമ്മുടെ സലാം പറയലും രണ്ടാമത്തെ ആമീനുമാണ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ എത്രമാത്രം മഹത്വമുള്ള ഒരു കാര്യമാണ് ആമീൻ പറയൽ എന്നത് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിറാഅത്ത്, ഫാത്തിഹക്ക് പുറമെയുള്ള ഖിറാഅത്ത്, അപ്പൊ നമ്മൾ ഫാത്തിഹ സൂറത്ത് അതിന്റെ പ്രാധാന്യം, അത് എങ്ങനെയാണ് ഓതേണ്ടത്, അതുപോലെ തന്നെ അതിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഫാത്തിഹക്ക് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിന്റെ ഖിറാഅത്തിൽ ഫാത്തിഹ മാത്രമാണ് റുക്ന്. ഫാത്തിഹ അല്ലാത്തത് എന്താണ്? സുനനുകളിൽപ്പെട്ട സുന്നത്താണ്, പുണ്യകർമ്മമാണ് എന്നുള്ളതാണ്. ശൈഖ് റഹിമഹുല്ല പറയുന്നു, എൻ്റെ അടുക്കൽ ഉള്ള പേജിൽ 102-ാമത്തെ പേജ്, നിങ്ങളുടെ അടുക്കൽ കിതാബോ അതിൽ PDF എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ആ പേജ് നോക്കുക. ഖിറാഅത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅദൽ ഫാത്തിഹ, ഇത് ഈ ഹെഡിങ് ആണ് നമ്മൾ വായിക്കുന്നത്. ഖിറാഅത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅദൽ ഫാത്തിഹതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിറാഅത്ത് ഫാത്തിഹക്ക് ശേഷം അല്ലെങ്കിൽ ഫാത്തിഹക്ക് പുറമെ. ثم كان صلى الله عليه وسلم يقرأ بعد الفاتحة سورة غيرها. ثم كان صلى الله عليه وسلم يقرأ بعد الفاتحة سورة غيرها. മറ്റൊരു സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതാറുണ്ട്. സൂറത്ത് ഗൈരിഹ വകാന യുതീലുഹ അഹ്യാനൻ, ചിലപ്പോൾ അത് നീണ്ട്
നിൽക്കുന്ന ഖിറാഅത്തായിരിക്കും, വലിയ സൂറത്ത് ഓതും. അതാണ് അസ്ല്. ഖുർആൻ ഓതുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് പറയാം. ഖുർആൻ ഓതുന്ന സമയത്ത് കൂടുതൽ പാരായണം ചെയ്യുക, നിസ്കരിക്കുന്ന സമയത്ത് കൂടുതൽ പാരായണം ചെയ്യുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം. എന്നാൽ എല്ലായ്പ്പോഴും ഇങ്ങനെയായിരുന്നില്ല. പ്രത്യേകിച്ചും ഇമാമായി നിസ്കരിക്കുമ്പോൾ മഅ്മൂമിങ്ങളെ പരിഗണിക്കണം. പലതരക്കാരായ മഅ്മൂമിങ്ങൾ ഉണ്ടാകും. യാത്രക്കാരുണ്ടാകും, രോഗികളുണ്ടാകും, അതുപോലെ തന്നെ കുട്ടികളുള്ള ചെറിയ കുട്ടികൾ, മുല കൊടുക്കുന്ന പിന്നെ ഉമ്മമാരുണ്ടാകും, മുല കുടിക്കുന്ന കുട്ടികളുണ്ടാകും, ചെറിയ കുട്ടികൾ, അവരുടെ ഉമ്മമാര്, രോഗി, അതുപോലെ തന്നെ മറ്റു തടസ്സങ്ങളുള്ളവർ, യാത്രക്കാർ, ഇങ്ങനെ പല പ്രശ്നങ്ങളുള്ള ആളുകളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു മാനുഷിക പ്രശ്നങ്ങൾ, ഈ ഒരു സാന്ദർഭികമായ അവസ്ഥ പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഇമാമ് നിൽക്കേണ്ടത് എന്നത് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. കൂടുതൽ ദൈർഘ്യമേറിയ ഖിറാഅത്താണ് അല്ലെങ്കിൽ അങ്ങനെ നിസ്കാരമാണ് നല്ലത് എന്ന് പഠിപ്പിച്ച, അത് ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അതിന് വിപരീതമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും സുന്നത്താണ്. സുന്നത്ത് എന്ന് പറഞ്ഞാല് ഒരു കാര്യം മാത്രമല്ല. പലപ്പോഴും ചില വിഷയങ്ങളിലൊക്കെ നമ്മൾ സുന്നത്ത് എന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ അത് ആ വിഷയത്തിലുള്ള ഒരു അവസ്ഥയായിരിക്കും. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി ചെയ്തതൊക്കെ സുന്നത്ത് തന്നെയാണ്. ഇപ്പൊ നബി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സുന്നത്താണ്, ഇതിന് വിപരീത നബി ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ സുന്നത്താണ്. നബി സ്ഥിരമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ സ്ഥിരമായി ചെയ്യൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴായി ചെയ്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴായി ചെയ്യൽ സുന്നത്താണ്. അപൂർവമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യൽ സുന്നത്താണ്. നബി എങ്ങനെയാണോ ചെയ്തത് അതാണ് സുന്നത്ത്. ചില ആളുകൾ ചില വിഷയങ്ങൾ അവർ പഠിച്ച് മനസ്സിലാക്കിയ സുന്നത്ത് അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നും ചെയ്യൂല. അതല്ല ശരിക്കും വിശാലമായ സമീപനം. അഥവാ സുന്നത്തിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തോ അത് എല്ലാം ഏതൊക്കെ രൂപങ്ങൾ, ഒരു കാര്യം തന്നെ വ്യത്യസ്ത രൂപത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വ്യത്യസ്ത രൂപത്തിൽ ചെയ്ത സുന്നത്താണ്. ഞാൻ പറഞ്ഞു വന്നത് നമസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം നീട്ടി ഓതിയിരുന്നു എന്ന് തന്നെ ഹദീസിൽ കാണാം. ഇൻഷാ അല്ലാഹ് അതിന്റെ തെളിവുകളും ഇതൊക്കെ അടുത്ത ക്ലാസ്സിലൊക്കെ വരും. ഒരുപാടുണ്ട് നബി ഓതിയ സൂറത്തുകളുടെ. അതൊക്കെ നമ്മൾ ഇന്ന് ഒന്നിനൊക്കെ എത്രയോ വലിയ സൂറത്തുകൾ നബി ഓതിയിരുന്നു. പക്ഷെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ യാത്രക്കാർ, കുട്ടികൾ, മുല കുടിക്കുന്ന കുട്ടികൾ, അവർക്ക് മുല കൊടുക്കുന്ന ഉമ്മമാർ, രോഗികൾ, മറ്റു അസുഖങ്ങളുള്ളവർ, പ്രയാസമുള്ളവർ, ഇവരൊക്കെ പരിഗണിച്ചുകൊണ്ട് നബി ചുരുക്കി ഓതിയിരുന്നു. അതാണ് വയുഖസ്സിറുഹാ അഹ്യാനൻ ലിആരിദി സഫരിൻ ഔ സുആലിൻ ഔ മറദിൻ ഔ ബുകാഇ സബിയ്യൻ. ഖസ്റ യുഖസ്സിർ ചുരുക്കുക. യുഖസ്സിറു അഹ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ ചുരുക്കി നമസ്കരിക്കും. ലിആരിദി സഫരിൻ, ലിആരിദ്, ആരിദ് പറഞ്ഞാൽ സാന്ദർഭികമായി അല്ലെങ്കിൽ അറിയാതെ കടന്നു വരുന്ന സംഗതി, അവിടെ ശരിക്കുള്ളതല്ല, പക്ഷെ ആ ഒരു സന്ദർഭത്തിൽ വരുന്ന. അപ്പൊ ഒരു യാത്ര വന്നു കഴിഞ്ഞ യാത്ര കാരണത്താൽ. ഔ സുആൽ, സുആൽ എന്ന് പറഞ്ഞാല് ഛർദി, സുആൽ. ഔ മറദി, മറ്റു രോഗം. ഔ ബുകാഇ സ്വബിയ്യിൻ, അല്ലെങ്കിൽ കുട്ടിയുടെ കരച്ചിൽ, ബുകാഇ കരച്ചിൽ, സ്വബി കുട്ടി. കമാ ഖാല അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൃത്യനായിരുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ജവ്വസ സല്ലല്ലാഹു അലൈഹി വസല്ലം ذات يوم في الفجر وفي حديث آخر صلى الصبح فقرأ بأقصر سورتين في القرآن فقيل يا رسول الله لما جوزت؟ قال سمعت بكاء صبي فظننت أن أمه معنا تصلي فأردت أن أفرغ له أمه. ഇമാം അഹ്മദ് സ്വഹീഹായ സനദോട് ഉദ്ധരിച്ച ഹദീസാണ്. അതുപോലെ ഇബ്നു അബീ ദാവൂദ് ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവം? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ജവ്വസ ദാത യൗമിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ജവ്വസ ചുരുക്കി നിസ്കരിച്ചു. ഖഫഫ ذات يوم في الفجر,
ഒരു ഫജ്ർ നമുക്കറിയാം, ഫജ്ർ നിസ്കാരത്തിലാണ് കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്നത്. ഇന്ന ഖുർആനൽ ഫജ്രി കാന മഷ്ഹൂദ, തീർച്ചയായും പിന്നെ ഫജ്ർ സമയത്തുള്ള രാവിലെയുള്ള സമയത്തുള്ള ഖുർആൻ പാരായണം സാക്ഷി നിൽക്കുന്നതാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ദൈർഘിച്ച് നബി ഓതിയിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ചുരുക്കി നിസ്കരിക്കുന്നത്. വഫീ ഹദീസിൻ ആഖർ, മറ്റൊരു ഹദീസിൽ കാണാം, സ്വല്ല സുബ്ഹ ഫഖറഅ ബിഅഖ്സരി സൂറത്തൈനി ഫിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത്, 2 സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി എന്ന്. ഫഖീല യാ റസൂലല്ലാഹ്, അവസാനത്തെ സൂറത്തുകളായിരിക്കും, ഫലഖ്, നാസ്, അതുപോലെ തന്നെ കൗസർ, ഖുറൈശ്, അങ്ങനെ ഉള്ള അവസാനത്തെ ഒരു 10 സൂറത്തുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എത്രയോ ചെറിയ സൂറത്തുകളാണ്. ഫഖീല യാ റസൂലല്ലാഹ് ലിമ ജവ്വസ്ത, താങ്കൾ എന്തിനാണ് ചുരുക്കിയത്? ജവ്വസ എന്ന് പറഞ്ഞാൽ അവിടെ ഖഫഫ എന്നർത്ഥം, ചുരുക്കുക. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമിഅ്തു ബുകാഅ സബിയ്യി, ഒരു കുട്ടിയുടെ കരച്ചിൽ ഞാൻ കേട്ടു. ഫളനന്തു അന്ന ഉമ്മഹു മഅന തുസല്ലി, ഞാൻ അവന്റെ ഉമ്മ നമ്മുടെ കൂടെ നിസ്കരിക്കുന്നതോട് ഞാൻ മനസ്സിലാക്കി. ഫഅറദ്തു അൻ അഫ്റഗ ലഹു ഉമ്മഹു, അവന്റെ ഉമ്മക്ക് വേണ്ടി ഞാൻ ഒഴിവാകാൻ വിചാരിച്ചു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിസ്കരിക്കാൻ വിചാരിച്ചു, ഉമ്മാന്റെ പ്രയാസം ആലോചിച്ചിട്ട്. ഈ ഹദീസ് ഇന്ന് പണ്ഡിതന്മാർ വേറെയും ചില തെളിവുകൾ പിടിക്കുന്നുണ്ട്. ചിലപ്പോ ചില ആളുകൾ പറയാറുണ്ട്, മുതിർന്ന ആളുകളൊക്കെ തന്നെ പറയാറുണ്ട്, കുട്ടിയുടെ കരച്ചിൽ കേട്ട് നിസ്കാരം പ്രയാസം ഉണ്ടെങ്കിൽ എന്തിനാണ് ഈ കുട്ടികളൊക്കെ പള്ളിയിൽ കൊണ്ടുവരുന്നത്, അതൊക്കെ വീട്ടിൽ നിസ്കരിച്ചാൽ പോരെ, ഈ നിസ്കാരം സ്വീപ്പാക്കാൻ വേണ്ടി, നിസ്കാരം ബുദ്ധിമുട്ടാക്കാൻ വേണ്ടിയിട്ട്, നിസ്കാരത്തെ പ്രസാദാക്കാൻ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാറുണ്ട് കുട്ടികളെ കൊണ്ടുവരുന്നത്. അപ്പോ കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരാം എന്നതിന് തെളിവും കൂടിയാണ് ഈ ഹദീസ്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് തന്നെ പറയുന്നുണ്ട്, വഫീ ഹാദൽ ഹദീസി വഅംസാലിഹി ജവാസു ഇദ്ഖാലി സുബിയാനി അൽ മസാജിദ, ജവാസു ഇദ്ഖാലി സുബിയാനി അൽ മസാജിദ, കുട്ടികളെ പള്ളിയിൽ പ്രവേശിപ്പിക്കാം എന്നത് ഇതും മറ്റു പല ഹദീസുകളും തെളിവാകുന്നു. എന്നാൽ നിങ്ങളുടെ കുട്ടികളെ പള്ളികളെ തൊട്ട് അകറ്റുക എന്ന് പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. സാധാരണ ചിലപ്പോൾ പറയാറുണ്ട്, ജന്നിബു മസാജിദക്കും സുബിയാനക്കും, നിങ്ങളുടെ കുട്ടികളെ പള്ളികൾ തൊട്ട് അകറ്റുക എന്ന് പറഞ്ഞ ഹദീസ്, അത് ഹദീസ് ദഈഫ് ആകുന്നു എന്ന് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് പറയുന്നു. ഇബ്നുൽ ജൗസി, ഇമാം മുൻദിരി, ഹൈസമി, ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു അടിസ്ഥാനവുമില്ലാത്ത ഹദീസാണ് കുട്ടികളെ പള്ളികളെ തൊട്ട് അകറ്റുക എന്ന് പറഞ്ഞ ഹദീസ്. കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരാം എന്നതിന് ഹദീസുകൾ, ഒരു ഹദീസ് അവിടെ പറഞ്ഞു, വേറെയും ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിലുണ്ട്. അപ്പൊ കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരാം, പക്ഷെ കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരുമ്പോൾ അവർക്കുള്ള അച്ചടക്കവും മറ്റു കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം വീട്ടിൽ നിന്ന് തന്നെ. അതോടൊപ്പം തന്നെ ഇമാമ് എന്ത് ചെയ്യണം, അങ്ങനെ പള്ളിയിൽ വന്നാൽ ഉമ്മമാർക്ക് പ്രയാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, അതുപോലെ മറ്റുള്ളവർക്കും പ്രയാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ സൂറത്തുകളൊന്നും ഓതാതെ ചുരുങ്ങിയ രൂപത്തിൽ ഓതി നമസ്കരിക്കണം എന്നുള്ളത് ആ ഒരു സന്ദർഭം ഇമാം മനസ്സിലാക്കുക. ഇതിനർത്ഥം കുട്ടികൾ വന്നാൽ എപ്പോഴും ചുരുക്കി നിസ്കരിക്കണം എന്നല്ല. ഇത് ആ ഒരു പള്ളിയിലെ ആ ഒരു സന്ദർഭം ഇമാമ് ഉൾക്കൊണ്ടുകൊണ്ട് നമസ്കരിക്കണം എന്നാണ് ഇത് പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, വകാന യഖൂലു ഇന്നി ലഅദ്ഖലു ഫിസ്സലാത്തി, ഇന്നി ലഅദ്ഖുലു ഫിസ്സലാത്തി, ഇന്നി ലഅദ്ഖുലു ഫിസ്സലാത്തി വഅന ഉരീദു ഇതാലതഹാ فأسمع بكاء الصبي فأتجوز في صلاتي مما أعلم من الشدة وجد أمه من بكائه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, ഞാൻ നമസ്കാരത്തിൽ പ്രവേശിക്കും, ഞാൻ വീട്ടിൽ നിസ്കരിക്കണം എന്നാണ് വിചാരിക്കുന്നത്, വലിയ സൂറത്തോതി നിസ്കരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് നമസ്കരിക്കാൻ ആരംഭിക്കുന്നു. പക്ഷേ ഉമ്മയുടെ പ്രയാസം ആലോചിച്ച് ഞാൻ കുട്ടിയുടെ കരച്ചിൽ കേൾക്കും, കുട്ടിയുടെ ഫഅസ്മഉ ബുകാഅ സ്വബി, കുട്ടിയുടെ കരച്ചിൽ കേൾക്കും. فأتجوز في صلاتي مما أعلم من شدة وجد أمه من بكائه. ആ ഉമ്മ ആ കുട്ടിയുടെ കരച്ചിൽ കാരണത്താൽ ഉണ്ടായിട്ടുള്ള പ്രയാസത്തെക്കാൾ കൂടുതൽ അത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട്, അത് എനിക്കറിയാം, അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ എൻ്റെ നമസ്കാരം ചുരുക്കും. നോക്കൂ നിങ്ങൾ, എന്തൊരു മനുഷ്യസ്നേഹിയായ പ്രവാചകൻ.
ലോകാനുഗ്രഹിയായി അള്ളാഹു നിയോഗിച്ച പ്രവാചകൻ ലോകർക്ക് മുഴുവൻ അനുഗ്രഹമാണ്. ലോകത്തെ സർവ്വ മനുഷ്യർക്ക് മാത്രമല്ല, സർവ്വ ചരാചരങ്ങൾക്കും അനുഗ്രഹമാണ്. അല്ലെ? ഒരു ഉമ്മയുടെ പ്രയാസം, കുട്ടിയുടെ കരച്ചിലുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ ആ ഉമ്മയെ നോക്കും, അല്ലെങ്കിൽ പ്രയാസപ്പെടും. അതൊക്കെ വിചാരിച്ച ആ ഉമ്മക്കുള്ള പ്രയാസം ആലോചിച്ചുകൊണ്ട് നമസ്കാരം ചുരുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ മാതൃകയാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മുടെ പള്ളികളിൽ ചില ഇമാമിയങ്ങള് അത് ചിലപ്പോൾ ഗൗനിക്കാറില്ല. അതൊരു വ്യാപകമായിട്ട് ഉണ്ടെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത്ര അത് പരിഗണിക്കണം. യാത്രക്കാർ, രോഗികൾ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഇമാമ് നിസ്കരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഖിറാഅത്തിനെ പറ്റി പറയുന്നു, വകാന യബ്തദിഉ മിൻ അവ്വലി സൂറത്തി വയുക്മിലുഹാ ഫി അഗ്ലബി അഹ്വാലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്ത് ആരംഭിച്ച് അത് പൂർത്തീകരിക്കാറുണ്ടായിരുന്നു അധിക അവസ്ഥകളിലും. ഇതും വലിയൊരു സുന്നത്തായ സംഗതിയാണ്. പലപ്പോഴും ഞാനടക്കമുള്ള, ഞാൻ തറാവീഹ് ഇമാം നിൽക്കാറുണ്ട്, ഫർള് നിസ്കാരക്ക് ഇമാമത്ത് നിൽക്കാറുണ്ട്. പക്ഷെ നമ്മളടക്കം, ഞാൻ എന്നെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്, ആ ഒരു സുന്നത്ത് പലപ്പോഴും നമുക്ക് ലഭിക്കാറില്ല. ഇനിയിപ്പോ ചെറിയ സൂറത്താണെങ്കിൽ പോലും ചിലപ്പോ നമ്മള്, പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ വിഷയത്തിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ. നിങ്ങൾ എളുപ്പമുള്ള ഖുർആൻ എന്ത് ചെയ്യുക? പാരായണം ചെയ്യുക. നിങ്ങൾ എളുപ്പമായത് ഓതുക. ഫഖറഉ മാ തയസ്സറ മിനഹു, അതിൽ നമ്മൾ എളുപ്പമായത് നിങ്ങൾ ഓതുക. അല്ലെങ്കിൽ ഖുർആൻ എളുപ്പമുള്ളത് പാരായണം ചെയ്യുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ ചെയ്യാറുള്ളത് ഒരു സൂറത്ത് ആരംഭിച്ച് അത് പൂർത്തീകരിക്കുക എന്നുള്ളത്. അപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ ഇൻഷാ അല്ലാഹ് ഇത് കൂടി പറഞ്ഞിട്ട് നമുക്ക് പറയാം. കുറച്ച് കാര്യങ്ങൾ, 5 കാര്യങ്ങൾ ഈ അധ്യായവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫാത്തിഹയ്ക്ക് പുറമേയുള്ള ഖിറാഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സൂറത്ത് ആരംഭിച്ച് ആ സൂറത്ത് കഴിയുന്നവരെ അത് പാരായണം ഉണ്ടായിരുന്നു എന്നാണ് ഹദീസിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരുപാട് ഹദീസുകൾ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുപാട് ഈ നിസ്കാരത്തിലെ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് ക്ലാസ്സുകൾ ഇനിയും ഉണ്ടാവും. കാരണം അത്ര അധികം നബിയുടെ ഖിറാഅത്തുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ ഉണ്ട്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ നമുക്ക് വലിയൊരു വെളിച്ചം, ഒരു പക്ഷേ നമ്മൾ ഇതുവരെ ഓതാത്ത രീതിയിൽ ഇനി നമുക്ക് ഓതാൻ പ്രചോദനമേകുന്ന രൂപത്തിൽ ധാരാളം ഖുർആൻ ഓതും. പ്രത്യേകിച്ച് ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ, അതുപോലെ തന്നെ ഇമാമായി നിസ്കരിക്കുമ്പോഴും നമുക്ക് അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, അഅതു കുല്ല സൂറത്തിൻ ഹബ്ബഹാ മിനർ റുകൂഇ വസ്സുജൂദ് വഫീ ലഫ്ദിൻ ലികുല്ലി സൂറത്തിൻ റക്അ. അപ്പൊ നിങ്ങൾ ഓരോ സൂറത്തിനും അതിൻ്റെതായിട്ടുള്ള ഹബ്ബ്, ഓഹരി, ഹബ്ബ് എന്ന് പറഞ്ഞാൽ ഓഹരി, വിഹിതം നിങ്ങൾ നൽകണം. മിനർ റുകൂഇ വസ്സുജൂദ്, റുക്കൂവിനേക്കാളും സുജൂദിനേക്കാളും എന്ന് പറഞ്ഞാൽ ലികുല്ലി സൂറത്തിൻ റക്അ, ഒരു സൂറത്ത് അതാണ് റക്അത്ത്. അപ്പൊ വലിയ സൂറത്താണെങ്കിൽ വലിയ ഒരുപാട് റുക്കൂ, ഒരുപാട് സുജൂദ്. അപ്പൊ ഏതായിരുന്നാലും എന്താണ്, ഇതിന്റെ അർത്ഥം എന്താണ്? അഅതു കുല്ല സൂറത്തിൻ ഹല്ലഹാ മിനർ റുകൂഇ വസ്സുജൂദ് എന്ന് പറഞ്ഞാൽ ഇജ്അലൂ ലികുല്ലി റക്അത്തിൻ സൂറ കാമില, ഓരോ റക്അത്തിലും ഒരു സൂറത്ത് പൂർണ്ണമായി ചൊല്ലുക. ഇതാണ് അതിന്റെ ഉദ്ദേശം. അഅതു കുല്ല സൂറത്തിൻ ഹല്ലഹാ മിനർ റുകൂഇ വസ്സുജൂദ്, ഓരോ റക്അത്തിനും അതുപോലെ സുജൂദുകൾക്കും നിങ്ങൾക്ക് ഒരു സൂറത്ത് പൂർണ്ണമായും നൽകണം എന്നുള്ളതാണ് അതിലെ സുന്നത്ത്, പരിപൂർണത. പക്ഷെ ഈ ഒരു കൽപ്പന എന്നുള്ളത് അതുകൊണ്ട് നിർബന്ധമാക്കുന്നില്ല, അത് സുന്നത്താണ്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഖുർആൻ കൂടുതൽ ഓതുക എന്നുള്ളത് സുന്നത്താണ്, ആർക്കും അറിയാത്ത കാര്യമല്ലല്ലോ. അപ്പോൾ അതാണ് ഇവിടെയും ഉദ്ദേശം, ഒരു സൂറത്ത് പൂർണ്ണമാക്കുക എന്നുള്ളതാണ് അതിന്റെ സുന്നത്ത്, പരിപൂർണത.
വകാന താറതൻ യുഖസ്സിമുഹാ ഫീ റക്അതൈൻ. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്തിൽ ഒരു സൂറത്ത് ഓതും. ചിലപ്പോൾ അതിന്റെ ബാക്കി രണ്ടാമത്തെ റക്അത്തിൽ ഓതും. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് വരുന്നുണ്ട് അടുത്ത അധ്യായങ്ങളിലായിട്ട്. നബി ഫജ്റിന് ഓതിയ സൂറത്തുകൾ ഏതൊക്കെയാണ്, അത് ഏതൊക്കെ സന്ദർഭത്തിൽ എങ്ങനെയൊക്കെ ഓതിയിരുന്നു, അതുപോലെ ളുഹൂറിന് നബി എങ്ങനെ ഓതി, അസ്വർ നമസ്കാരത്തിൽ എങ്ങനെ ഓതി, ഏത് സൂറത്തുകളൊക്കെ ഓതി, മഗ്രിബിന്, ഇശാക്ക്, ഇങ്ങനെ ഓരോ വഖ്തിലെ നബിയുടെ നമസ്കാരത്തെ പറ്റി പറയുന്ന ഹദീസുകൾ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ അതൊക്കെ പഠിക്കുമ്പോൾ കൂടുതൽ നബിയുടെ നിസ്കാരത്തിന്റെ പറ്റി, നമ്മൾ ഇതുവരെ പഠിച്ച നിസ്കാരത്തിന് പുറമെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നബിയുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലൊരു വെളിച്ചമായി ഇത് മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചിലപ്പോൾ നബി എന്ത് ചെയ്യും, അത് 2 റക്അത്തിൽ ഒരു സൂറത്ത് ഓതും. ചിലപ്പോൾ അത് ഒന്നാമത്തെ റക്അത്തിൽ അതിനൊരു ഭാഗം നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്, രണ്ടാമത്തെ റക്അത്തിൽ അതിന്റെ ബാക്കി ഓതും, എന്നിട്ട് സൂറത്ത് പൂർണ്ണമാക്കും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു റക്അത്തിൽ നമുക്കൊരു സൂറത്ത് ഓതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളത് സെലക്റ്റീവായിട്ട് എടുത്ത് അതിന്റെ ഒരു ഭാഗം, ഇപ്പോൾ വലിയൊരു ഭാഗം, ഒരു പേജ് ഒരു റക്അത്തിലും ബാക്കി ഒരു 3/4 പേജാണുള്ളതെങ്കിൽ അത് രണ്ടാമത്തെ റക്അത്തിൽ പൂർത്തീകരിക്കുക. അതായത് സൂറത്ത് പൂർത്തീകരിക്കുക എന്നുള്ളത് ഒരു സുന്നത്താണ്. അത് നമ്മൾക്ക് കഴിയുന്നത്ര ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പറയുന്നു, വഖദ് കാന റജുലുൻ മിനൽ അൻസാരി യഉമ്മുഹും ഫീ മസ്ജിദ് ഖുബ. നബിയുടെ കാലത്ത് അൻസാരിൽപ്പെട്ട ഒരാള് മസ്ജിദ് ഖുബയിൽ ഇമാമത്ത് നിൽക്കുന്നതായിരുന്നു. വകാന കുല്ലമാ ഇഫ്തതഹ സൂറ യഖറഉ ബിഹാ ലഹും ഫി സ്വലാത്തി മിമ്മ യഖറഉ ബിഹി. അദ്ദേഹം ഓതുമ്പോഴൊക്കെ അദ്ദേഹം ഓതുന്നത്, തുടക്കം കുറിക്കുന്നത് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് അദ്ദേഹം ഓതുകയും പിന്നീട് അദ്ദേഹം അത് കഴിഞ്ഞ വേറെ സൂറത്ത് ഓതുകയും ചെയ്യും. ഇതെല്ലാ റക്അത്തിലും അദ്ദേഹം ചെയ്യുമായിരുന്നു. ഫകല്ലമു അസ്ഹാബു ഫഖാലു, അദ്ദേഹത്തിന്റെ സഹാബത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, ഇന്നക തഫ്തതിഹു ബിഹാദിഹി സൂറ ثم لا ترى انها تجزئك حتى تقرأ بأخرى. നീ ഈ സൂറത്ത് കൊണ്ട് തുടങ്ങുന്നു, പക്ഷേ അത് താങ്കൾക്ക് മതിയാകുന്നില്ല, പിന്നീട് താങ്കൾ മറ്റൊരു സൂറത്തും ഓതുന്നു. فإما أن تقرأ بها وإما أن تدعها وتقرأ بأخرى. ഒന്നുകിൽ നീ അത് ഓതുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കുക, എന്നിട്ട് മറ്റൊരു സൂറത്ത് ഓതുക. ഒന്നുകിൽ നീ അത് സൂറത്ത് ഓതുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് മറ്റൊരു സൂറത്ത്. രണ്ടും കൂടി എന്തിനാണ് ഓതുന്നത്? രണ്ടും ഓതേണ്ടതുണ്ടോ എന്ന് സഹാബത്ത് സ്വാഭാവികമായിട്ട് ചോദിച്ചു. ഫഖാല മാ അന ബിതാരിക, ഞാൻ അത് ഒഴിവാക്കുകയില്ല. ഇൻ അഹ്ബബ്തും അൻ ഉമ്മക്കും ബിദാലിക ഫഅൽ, നിങ്ങൾക്ക് ഞാൻ ഇമാമത്ത് നിൽക്കണമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും. വൈൻ കറഹത്തും തറക്തുക്കും, നിങ്ങൾക്കത് വെറുപ്പാണെങ്കിൽ ഞാനത് ഒഴിവാക്കും. വകാനൂ യറൗന അന്നഹു മിൻ അഫ്ദലിഹിം, അദ്ദേഹത്തെ ഏറ്റവും നല്ല ആളായിട്ട് അവർ കണ്ടിരുന്നത്. കരിഹു അൻ യഉമ്മഹും ഗൈറഹു, അദ്ദേഹമല്ലാത്ത മറ്റൊരാൾ ഇമാമത്ത് നിൽക്കുന്നത് അവർക്ക് വെറുപ്പായിരുന്നു. ഫലമ്മ ആതാഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബറൂഹു, ഫലമ്മ ആതാഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബറൂഹു, നബി അവിടേക്ക് ചെന്നപ്പോൾ അവർ നബിയോട് വിവരം അറിയിച്ചു. അൽ ഖബർ, കാര്യം പറഞ്ഞു. ഫഖാൽ, എന്നിട്ട് നബി പറഞ്ഞു, യാ ഫുലാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞു, യാ ഫുലാൻ മാ യംനഉക അൻ തഫഅല മാ യഅ്മുറുക ബിഹി അസ്ഹാബുക, താങ്കളുടെ കൂട്ടുകാർ താങ്കളോട് പറഞ്ഞത് പ്രവർത്തിക്കാതിരിക്കാൻ താങ്കൾക്ക് എന്ത് തടസ്സം? താങ്കൾ എന്താണ് തടഞ്ഞത്? വമാ യഹ്മിലുക അലാ ലുസൂമി ഹാദിഹി സൂറത്തി ഫീ കുല്ലി റക്അ, എല്ലാ റക്അത്തുകളിലും ഈ ഒരു സൂറത്ത് തന്നെ താങ്കൾ പിന്തുടരാൻ എന്താണ് കാരണം എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എന്ന് പറഞ്ഞാൽ ആരാണ്? ആ മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫഖാല ഇന്നി ഉഹിബ്ബു, ഞാൻ ആ സൂറത്തിനെ ഇഷ്ടപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന, അതിനോടുള്ള സ്നേഹം താങ്കളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അദ്ദേഹം ആരായിരിക്കട്ടെ, അപ്പൊ ഒരേ സൂറത്ത് തന്നെ എല്ലാ റക്അത്തിലും ഓതാം. ഒരു റക്അത്ത് രണ്ടാമത്തെ റക്അത്തിൽ ഓതാം, അതിന് കൂടെ മറ്റൊരു സൂറത്ത് ഓതാം,
ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ് നമ്മുടെ ഈ ക്ലാസ്സിന്റെ ഒരു അവസാനത്തിൽ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിറാഅത്ത്, ഫാത്തിഹയ്ക്ക് പുറമെ ഖിറാഅത്തിനെ പറ്റിയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതിയിരുന്നു എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഒരു സൂറത്തല്ല, പല സൂറത്തുകൾ ഓതിയിരുന്നു ഒരേ റക്അത്തിൽ തന്നെ. അതിൽ ഒരു സൂറത്ത് മുഴുവനായിട്ട് ഓതിയിരുന്നു, ചിലപ്പോൾ ദീർഘിപ്പിച്ച് ഓതിയിരുന്നു, ചിലപ്പോൾ ചുരുക്കി ഓതിയിരുന്നു. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിഹ അല്ലാത്ത സൂറത്തുകളും ഓതിയിട്ടുണ്ട് എന്നുള്ളത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് മുസീഉസ്സലാ, നമസ്കാരത്തിൽ ഭംഗം വരുത്തിയ ആളോട് നബി നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചല്ലോ. ആ ഹദീസിൽ കാണാം, അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇസ്തഖ്ബിൽ ഖിബ്ല ثم كبر ثم احمد الله ثم اقرأ بفاتحة الكتاب وما تيسر. ഖിബ്ലക്ക് നേർത്തിരിയുക നീ, എന്നിട്ട് തക്ബീർ ചൊല്ലുക, എന്നിട്ട് ഹംദ് ചൊല്ലുക, എന്നിട്ട് ഇതിനെ ഫാത്തിഹ ഓതുക, എന്നിട്ട് ഇതിനെ ഫാത്തിഹയ്ക്ക് പുറമെ നിനക്ക് എളുപ്പമുള്ളത് നീ ഓതുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് കൽപ്പിച്ചിട്ടുണ്ട്, ഹദീസിൽ കാണാം. അതുപോലെ തന്നെ നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്, എന്താണ്, അന്നഹു കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉൽ ഫാത്തിഹ വസുവർ ഫി റകഅതൈൻ അവ്വലൈൻ. ഫാത്തിഹയും അതുപോലെ തന്നെ മറ്റു സൂറത്തുകളും ആദ്യത്തെ 2 റക്അത്ത് നബി ഓതുമായിരുന്നു. അതുപോലെ വയഖറഉ ഫി റകഅതൈൻ അഖീറൈൻ ബിഫാത്തിഹത്തിൽ കിതാബ്, അറിയാവുന്ന കാര്യം തന്നെയാണ്. അഥവാ 2-ലധികം റക്അത്ത് നിസ്കാരം, ഇപ്പൊ മഗ്രിബിന്റെ അവസാനത്തെ റക്അത്ത് എന്താണ്, മെല്ലെയാണ് ഓതുന്നത്, പതുക്കെയാണ് ഓതുന്നത് അവസാനത്തെ റക്അത്ത്. അതുപോലെ തന്നെ പതുക്കി ഓതുന്ന നിസ്കാരത്തിലെ ളുഹറിന്റെ അവസാനത്തെ 2, അസ്റിന്റെ അവസാനത്തെ 2, മഗ്രിബിന്റെ അവസാനത്തെ 1, ഇശാന്റെ അവസാനത്തെ 2, ഈ റക്അത്തുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിഹ മാത്രമായിരുന്നു ഓതിയിരുന്നത്. അതുപോലെ ആദ്യത്തെ 2 റക്അത്ത് നമസ്കാരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിഹയും സൂറത്തും ഓതിയിരുന്നു എന്നും ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം ദീർഘിപ്പിച്ചിരുന്നു. അതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, എന്താണ്, അൽ ഖുനൂതു ഫി സ്വലാത്ത് അയ ഇതാലത്തു അൽ ഖിറാഅ, ധാരാളം ഖുർആൻ പാരായണം ചെയ്യുന്നത് അതെന്താണ് അഫ്ളൽ, അല്ലെങ്കിൽ അതാണ് സുന്നത്ത് എന്ന് ഹദീസിൽ കാണാം. ഇതാലത്തുൽ ഖിറാഅത്തി ഫി സ്വലാത്തി മിൻ അഫ്ളലി മാ യകൂനു ഫി സ്വലാത്ത്, ഏറ്റവും നല്ല നമസ്കാരം എന്ന് പറഞ്ഞാൽ ശരിക്കും ധാരാളം ഓതി നിസ്കരിക്കുന്ന നമസ്കാരമാണ് എന്നാണ് അതിൽ അഫ്ളൽ. ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞു, മുഅ്മിനീങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇമാം നമസ്കരിക്കേണ്ടത്. അപ്പോ നമ്മളിങ്ങനെ ബാക്കിക്ക് നോക്കുമോ? ഇല്ല. പക്ഷെ പൊതുവെ ഉള്ളൊരു കാഴ്ചപ്പാടനുസരിച്ചുകൊണ്ട് പള്ളിയിൽ ആരൊക്കെ വരിക എന്നുള്ളൊരു ധാരണ ഇമാമിനുണ്ടാകുമല്ലോ. യാത്രക്കാരൊന്നുമില്ല, രോഗികളിലൊക്കെ ചെറുപ്പക്കാരും ആരോഗ്യമുള്ളവരും ഒക്കെയാണ് എങ്കിൽ ദീർഘിപ്പിച്ച് നിസ്കരിക്കുക തന്നെയാണ് വേണ്ടത്. അതാണ് അസ്വല്. എപ്പോഴും ചെറിയ നിസ്കാരമല്ല വേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം നിർവഹിച്ചിട്ടുണ്ട്. ഒരു മീഡിയ രൂപത്തിൽ നീട്ടി നിസ്കരിച്ചിട്ടുണ്ട്, കൂടുതൽ ദൈർഘ്യത്തോടു കൂടി നബി നിസ്കരിച്ചിട്ടുണ്ട്, അതുപോലെ കുറഞ്ഞ ദൈർഘ്യ സമയത്തിലും നബി നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ നീട്ടിയും കുറച്ചും ഒക്കെ നിസ്കരിക്കാം, അത് സന്ദർഭം അനുസരിച്ച് കൊണ്ടാണ്. അപ്പൊ ഇമാമിയങ്ങൾ, പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്നവർ മഅ്മൂമിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കണം. ആരൊക്കെയാണ് പള്ളിയിൽ വരുന്നത്, അവര് രോഗികളുണ്ടോ, അവരുടെ ആരോഗ്യസ്ഥിതി, അവര് നാട്ടുകാരാണോ അല്ലേ, അതുപോലെ തന്നെ പിന്നെയുള്ള അവസ്ഥകളൊക്കെ മനസ്സിലാക്കണമെന്നാണ് അർത്ഥം. അപ്പൊ പറ്റുന്ന സന്ദർഭങ്ങളിൽ നീട്ടി ഓതുക തന്നെ വേണം, അതല്ലാത്ത സന്ദർഭങ്ങളിൽ ചുരുക്കി ഓതുകയുമാണ് വേണ്ടത്. രണ്ടും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ രണ്ടും സുന്നത്താണ്. ചുരുക്കി ഓതിയാൽ അവനെ ആക്ഷേപിക്കാനും പാടില്ല, നീട്ടി ഓതാനും ആക്ഷേപിക്കാൻ പാടില്ല. പക്ഷെ നീട്ടി ഓതാൻ പാടില്ലാത്ത സന്ദർഭത്തിൽ നീട്ടി ഓതിയാൽ ആക്ഷേപിക്കപ്പെടും. അതുപോലെ തന്നെ നീട്ടി ഓതേണ്ട സന്ദർഭത്തിൽ ചുരുക്കി ഓതിയാലും ആക്ഷേപിക്കപ്പെടും. അത് ഓരോ സന്ദർഭത്തിനനുസരിച്ച് കൊണ്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. കുട്ടിയുടെ കരച്ചിൽ, ചുമ പോലുള്ള ഉണ്ടാകുന്ന ചുമ, സുആല് നമ്മൾ നേരത്തെ പറഞ്ഞ ഛർദിയാണ്, ചുമ
ചുമ പോലുള്ള കുരക്കുന്ന ആളുകൾ കുരച്ച് ചുമച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇങ്ങനെ ദീർഘമായി നിസ്കരിക്കുക പാടില്ല. അത് ആ കുരക്കുന്ന ചുമക്കുന്ന, നമ്മൾ ചില നാട്ടിൽ കുരക്കെന്ന് പറയും. ചിലപ്പോ ആ നാട്ടില് ഇവിടെ കുരക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ മലപ്പുറം ഭാഷയിൽ ചുമക്കാൻ തന്നെ. ചിലപ്പോൾ കുരക്കെന്ന് പറഞ്ഞാല് ചില നാട്ടില് നായും പട്ടിയും കുരക്കുന്നത് മാത്രമേ പറയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ചുമക്കുന്ന ചില ആളുകൾക്ക് നിൽക്കാത്ത ചുമ ഉണ്ടാവും. ഇപ്പൊ ഈ ക്വാറന്റൈനിൽ ഈ കൊറോണ ഒക്കെ ആയതുകൊണ്ട് അത്തരം ആളുകളൊന്നും പള്ളിയിൽ വരേണ്ടതില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പനിയും ജലദോഷവും അതുപോലെ തന്നെ പ്രായമുള്ളവരും ദുർബലരും. ഇപ്പൊ ഏറ്റവും നല്ല സുഖമാണ് നല്ലതായിട്ട് ദീർഘിച്ച് നിസ്കരിക്കുക. കാരണം ആരോഗ്യമുള്ള ആളുകളാണ് മിക്കവാറും പള്ളിയിൽ വരുന്നുള്ളൂ. ആരോഗ്യമുള്ള ആളുകൾ തന്നെ വരുന്നില്ല, അത് വേറെ വിഷയം, അത് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കൊറോണയുടെ പേരും പറഞ്ഞ് ഒരു പ്രശ്നമില്ലാത്ത ആളുകൾ വെറുതെ പള്ളിയിൽ വരാതിരിക്കുന്നുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. പള്ളിയിൽ മാത്രം വരാത്തൊരവസ്ഥയും നമ്മുടെ കൂട്ടത്തിലുള്ള പല പുരുഷന്മാർക്കും ഉണ്ട് എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി ഒരു സന്ദർഭത്തിൽ നമ്മൾ കാണേണ്ടതാണ്. അങ്ങനെയുള്ള ഏതെങ്കിലും സഹോദരങ്ങൾ നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ കുടുംബക്കാരോ ആരെങ്കിലും പരിചയത്തിലുള്ളവരോ ഉണ്ടെങ്കിൽ വളരെ ഗൗരവപൂർവ്വം നസീഹത്തോടുകൂടി അവരെ കാര്യം ഉണർത്തി എന്തായിരുന്നാലും പള്ളിയിൽ പോവേണ്ടതാണ് എന്നുള്ളത്, പോയില്ലെങ്കിൽ വലിയ കുറ്റകരമായ കാര്യമാണ്, ഒരുപാട് ഹൈറുകൾ നഷ്ടപ്പെടുന്നു എന്നുള്ളത് ബോധ്യപ്പെടുത്തുകയും വേണം. ശരി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘിപ്പിച്ച് ഓതിയിരുന്നു, കുറച്ചോതിയിരുന്നു എന്നുള്ളതും ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോ അതൊരു സുന്നത്ത്. പക്ഷേ എപ്പോഴും ചുരുക്കി ഓതുന്നത് അത് സുന്നത്തിനെതിരാണ്. എപ്പോഴും ദീർഘിച്ച് ഓതുന്നു അതും സുന്നത്തിനെതിരാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സുന്നത്ത് എന്ന് പറഞ്ഞാൽ മാ സന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയാക്കിയതൊക്കെ എന്താണ്? സുന്നത്താണ്. നബിയുടെ ജീവിതത്തിൽ നബി കൊണ്ടുവന്നത് മുഴുവൻ എന്താണ്? സുന്നത്താണ്. പറഞ്ഞതൊക്കെ സുന്നത്താണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുക്കി നിസ്കരിച്ചത് അത് അതിന്റെ സന്ദർഭത്തിൽ ചെയ്യുന്നത് സുന്നത്താണ്. അതേപോലെ നബി ദീർഘിച്ച് നിസ്കരിച്ചു, അത്തരം സന്ദർഭങ്ങൾ നമ്മുടെ അടുക്കൽ വരുന്ന നമുക്ക് ഉണ്ടെങ്കിൽ ആ സമയത്ത് ദീർഘിച്ച് നിസ്കരിക്കൽ സുന്നത്താണ്. എന്നാൽ പിന്നെ കുട്ടിയുടെ കരച്ചിൽ കേട്ടുന്ന ഈ സന്ദർഭത്തിൽ ചുരുക്കി ഓതുന്നത് സുന്നത്തിനെതിരല്ല, അത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടതുമാണ്. അപ്പോൾ ഇത് സുന്നത്താകുന്നത് സുന്നത്തിനെതിരാകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഉള്ളത് നമ്മൾ പറഞ്ഞു, സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണത്തെ സുന്നത്ത് ഒരു സൂറത്ത് പൂർണ്ണമായി ഓതലാണ്. ഇപ്പൊ നമുക്കറിയാം അമ്മ ജുസിലെ സൂറത്തുകൾ, ചെറിയ ചെറിയ സൂറത്തുകളുണ്ട്. സൂറത്തിന്റെ കുറച്ച് 1.5 പേജ് ഉണ്ട്, നാസിയാത്ത് അതുപോലെ 1.5 പേജ്, അബസ 1 പേജ്, തക്വീർ 1 പേജ്, പിന്നെ 3/4 പേജ് 1 പേജ്, അങ്ങനെയുള്ള സൂറത്തുകളുണ്ട്. സൂറത്തുൽ ഫജ്ർ കഴിഞ്ഞാൽ പിന്നെ എല്ലാ സൂറത്തുകളും 1/2 പേജ്, പിന്നെ 1/4 പേജ്, അതിനേക്കാൾ ചെറുത് വലുതൊക്കെയുള്ള ചെറിയ സൂറത്തുകളാണ്. മിക്കവാറും ഈ സൂറത്തുകൾ നമ്മൾ മഗ്രിബ് നിസ്കാരത്തിൽ ഓതുന്ന സൂറത്തുകൾ തന്നെയാണ്. അപ്പൊ കഴിയുന്നത്ര സൂറത്തുകൾ പൂർണ്ണമാക്കി ഓതാൻ ശ്രമിക്കുക, അതാണ് സുന്നത്ത്. അതായത് സൂറത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ. അതല്ലാതെ സൂറത്തിന്റെ അവസാനത്ത് ഓതിയിട്ട് സൂറത്ത് പൂർണ്ണമാക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. സൂറത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ അത് ഓതുക എന്നുള്ളതാണ് ഇവിടെ സൂറത്ത് പൂർണ്ണമായി ഓതുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. എന്നാൽ എപ്പോഴും സൂറത്തിന്റെ മധ്യത്തിൽ നിന്നോ അല്ലെങ്കിൽ അവസാനത്തു നിന്നോ എടുത്തു ഓതുന്നത് അത് സുന്നത്തിനെതിരാണ്. എന്നാൽ ഇടക്കൊക്കെ അങ്ങനെ ആവാട്ടോ, ഇടക്ക് സൂറത്തിന്റെ മധ്യത്തുനിന്നോ അല്ലെങ്കിൽ സൂറത്തിന്റെ കുറച്ച് ഭാഗമോ എടുത്തു ഓതാം. പക്ഷെ അത് സ്ഥിരമാക്കുന്നത് സുന്നത്തിനെതിരാണ്. അല്ലെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ അവസാനമായിക്കൊണ്ട് ഇവിടെ മസ്ജിദ് ഖുബയിൽ ഇമാമ നിന്ന സഹാബി, അദ്ദേഹം അൻസാരിപ്പെട്ട അദ്ദേഹം ഓതി, സൂറത്തുൽ ഇഖ്ലാസ് ഓതി, വീണ്ടും ഓതുന്നു, അടുത്ത റക്അത്തിലൊക്കെ ഓതി. സഹാബത്ത് ചോദിച്ചു, അങ്ങനെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, താങ്കൾക്ക് അതിനോട് ഇഷ്ടം ഉണ്ടെങ്കിൽ, സൂറത്തുൽ ഇഖ്ലാസിനോട് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ ആ ഇഷ്ടം താങ്കളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ കാരണമാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാം. ഒന്ന്, സൂറത്തുൽ ഇഖ്ലാസും ശേഷം മറ്റൊരു സൂറത്തും ഒരേ റക്അത്തിൽ ഓതാം. സ്വഹാബത്ത് ഈ മനുഷ്യൻ അങ്ങനെ ചെയ്തു, അദ്ദേഹം ചെയ്തു, അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അതും സുന്നത്തായി നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം
ഫാത്തിഹയ്ക്ക് പുറമെയുള്ള ഖുർആൻ പാരായണത്തെ പറ്റിയുള്ള ഒരു ഒരു ആമുഖമാണ് യഥാർത്ഥത്തിൽ ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുള്ളത്. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചപ്പോൾ ഓതിയ സൂറത്തുകൾ ഏതൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് അത് ഓതിയിരുന്നത്, എത്ര സൂറത്തുകളൊക്കെ ഓതിയിരുന്നു, അതിന്റെ വിശദമായ വിവരങ്ങൾ, ഓരോ നിസ്കാരത്തിലെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിയ സൂറത്തുകളുടെ പേരും അതിന്റെ എത്ര സൂറത്തുകൾ ഓതിയിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിലോ അതിന് ശേഷമുള്ള ക്ലാസ്സുകളിലൊക്കെ നമുക്ക് പഠിക്കാം. ഏതായിരുന്നാലും നമസ്കാരത്തെക്കുറിച്ച് സമ്പൂർണമായി കഴിയുന്നത്ര നബിയുടെ നമസ്കാരം എന്താണ് എന്ന് പഠിക്കാനും അതനുസരിച്ച് കൊണ്ട് നമ്മുടെ നമസ്കാരം ചിട്ടപ്പെടുത്തുവാനും അതുപോലെ നമ്മളുമായി ബന്ധപ്പെടുന്ന സഹോദര സഹോദരിമാർക്ക് ഇത് പറഞ്ഞു കൊടുക്കുവാനുമുള്ള വലിയൊരു അവസരം കൂടിയാണ് ഈ ആഴ്ചയിലുള്ള നമ്മുടെ ദർസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഇത് ക്ലാസ് എടുക്കുന്ന എനിക്കും അതുപോലെ തന്നെ പങ്കെടുക്കുന്ന നിങ്ങൾക്കും ഇതിന് സംഘാടകയായിട്ടുള്ള ഇതിന് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന്റെ മെസ്സേജ് അയക്കാനും ഇതിന്റെ പോസ്റ്റർ ഉണ്ടാക്കുവാനും ഇതിന്റെ സൂമിന്റെ ലിങ്ക് തയ്യാറാക്കുവാനും ഇതുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം ചിന്തകൾ കൊണ്ടോ പ്രവർത്തനങ്ങളെ കൊണ്ടോ മറ്റോ അധ്വാനിക്കുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മളുടെ ഇതുവരെ ചെയ്ത എല്ലാ സേവനങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾ എല്ലാവരും പരസ്പരം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഭൗതികമായ നിലക്ക് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണ അത് രൂപം മാറി ജനിതക മാറ്റം സംഭവിച്ച് പുതിയ രൂപത്തിലേക്ക് വരുന്നു എന്നുള്ളതും അതിന്റെ ഭാഗമായി യൂറോപ്പിന്റെയും ഗൾഫ് രാജ്യങ്ങളെയും അതിർത്തികളൊക്കെ അടക്കുകയും അവിടെയുള്ള ഇങ്ങോട്ട് വരുന്ന ആളുകൾക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ആൾക്കും പ്രയാസമുണ്ടാകുന്ന ഒക്കെ വാർത്തകൾ നമ്മൾ വായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഷീഗല്ല എന്ന പേരിൽ ഒരു അസുഖം പുതുതായിട്ട് വന്നതായി കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ജാഗ്രതയും അതുപോലെ തന്നെ നമ്മൾ ഈ കൊറോണയുടെ കോവിഡ് പ്രോട്ടോക്കോളും ഒക്കെ ഒന്നുകൂടി നമ്മൾ പാലിക്കുക. അതുപോലെ തന്നെ വൃത്തിയും ശുദ്ധിയും ഇസ്ലാമികമായിട്ടുള്ള വൃത്തിയുമായി ശുദ്ധിയുമായി ബന്ധപ്പെട്ട് രോഗപരിചരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിയുന്നത്ര നമ്മൾ പാലിക്കുകയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ അത് ബോധ്യപ്പെടുത്തുകയും വേണം. കഴിയുന്നത്ര നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ബാക്കി അള്ളാഹുവിൽ തവക്കുലാക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മാറാ രോഗങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മളെയും നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാവരുടെയും ജീവിതത്തെ പ്രയാസങ്ങളിൽ നിന്നും മുക്തമാക്കി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.